ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 9 ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത്. 9 ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ 9 ഓഫ് കപ്സിന്റെ എനർജി. അപ്പൊ ഇവിടെ 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പേർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ സഫലമായിക്കൊണ്ട് നിങ്ങളൊരു സന്തോഷത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറെ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, എന്തിനെങ്കിലും വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അത് നിങ്ങളെ ഒരു സന്തോഷത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നത്. ചിലപ്പോൾ ആരുടെയെങ്കിലും വിവാഹം നടക്കാം, അതുമല്ലെങ്കിൽ ഓർണമെന്റ്സ് വാങ്ങിക്കാം, അതുമല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിച്ച് സന്തോഷിക്കുന്ന എനർജിയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് കൂളായിട്ടിരിക്കാൻ സാധിക്കുന്നു, ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നു. കാരണം ഇത്രമാത്രം ബുദ്ധിമുട്ടി വന്നതാണ് മുന്നോട്ട്, ഒന്നും സാധിച്ചില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് ഇതിനൊക്കെയുള്ള ഒരു സാധ്യത വരുന്നുണ്ട്. സ്വപ്നം കണ്ടത് സഫലമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജിയാണ് നമുക്ക് ഇപ്പോഴിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് എയർ ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് എയർ എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈൻ അല്ലേ. ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് എന്തോ ഒന്ന് തുടങ്ങാനുള്ള സാഹചര്യമായി. അതിനായിട്ടൊന്ന് ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനാവാം, അതുമല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് പോകാനാവാം, അതുമല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു കാര്യത്തിന് ഇപ്പോൾ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്നു എന്നുള്ളതാണ്. ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് കണ്ടില്ലേ? ഈ ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ മുന്നോട്ട് കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്കൊരു പ്രേരണ ഉണ്ടാവുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നു. മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ശരിയായ രീതിയിൽ. അവിടെ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട്. അതുപോലെ എന്ത് കാര്യത്തിനും ഒരു അഡ്ജസ്റ്റ്മെന്റിന് നിങ്ങൾ തയ്യാറാവുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. പലപ്പോഴും നമുക്ക് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തതാണ് പല കാര്യങ്ങളുടെയും തോൽവിക്ക് കാരണം, അല്ലെ? പലപ്പോഴും തോൽവി ഉണ്ടാകുന്ന ജീവിതത്തിൽ എന്തുകൊണ്ടാണ്? അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നില്ല. ഞാൻ വലുത് എന്നുള്ള ഭാവം. അവരെന്നോട് ഇങ്ങോട്ട് വന്നുകൊള്ളട്ടെ, പിണങ്ങി ഇരുന്നാൽ പോലും ചില വ്യക്തികളുടെ ഉള്ളിൽ എന്താണ്? ഇങ്ങോട്ട് വന്ന് മിണ്ടിക്കോട്ടെ, എനിക്ക് അങ്ങോട്ട് ഇനി മിണ്ടാൻ വയ്യ. എന്തുകൊണ്ട്? എന്നാൽ വിചാരിക്കണം രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചതാണ്. ഈ ഒരു വിചാരം ശരിയല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി സമ്മതിച്ചു തരില്ല. അവരുടെ ഉള്ളിൽ ഈഗോയാണ് ശരിക്കും. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ചിട്ട് വേണം മുന്നോട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പുറപ്പെടാൻ. അഡ്ജസ്റ്റ്മെന്റുകൾ ഒരുപാട് വേണ്ടി വരും. എന്തിനു വേണ്ടിയാണ്? സ്വയം സന്തോഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഇതൊക്കെ. അല്ലാതെ മറ്റൊരാളിന്റെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ട് ഞാൻ വലുതാണെന്നുള്ള ഭാവം കാണിച്ചിട്ട് എന്ത് സാധിക്കാനാണ്? അതുകൊണ്ട് അങ്ങനെ പാടില്ല. ഇവിടെ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇവിടെ ഒരു നല്ലൊരു സക്സസിലേക്ക് പോകുന്ന എനർജിയാണ്, നല്ലൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന്റെ എന്തോ കാര്യത്തിനായിട്ട് നിങ്ങളൊരു തുടക്കം കുറിക്കുന്നു. ചില ബിസിനസ് കാര്യങ്ങളാവാം, അതുമല്ല ചില ജോലി കാര്യങ്ങളാവാം, ചില യാത്രകളാവാം, ചിലപ്പോൾ വിദേശത്ത് പോകാനുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിരിക്കാം.
ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് ഫയർ ആണ്. കണ്ടല്ലേ, ഇവിടെയും അത് തന്നെയാണ്. വളരെ വളരെ ഹൈ എനർജിയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ വൺസിന്റെ എനർജിയാണ്. വൺസ് ഫയർ സൈൻ അല്ലേ. ഫയർ സൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളിൽ ഫയർ എരിയുന്ന എനർജിയാണ്. ഉള്ളിൽ ഫയർ എരിയുന്നത് എന്തുകൊണ്ടാണ്? ആവേശം. ആവേശം എപ്പോഴാണ് ആവേശം വർദ്ധിച്ചു വരുന്നത്? കോൺഫിഡൻസ് കൂടി വരുമ്പോഴാണ്. കോൺഫിഡൻസിലാണ് ആവേശം കത്തുന്നത്. മനസ്സിലായി? അപ്പോഴെന്താണ്? സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഒരു ആവേശം ഉണ്ടാകണം. ഏതെങ്കിലും ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ ആ ആവേശം നിങ്ങൾക്ക് കോൺഫിഡൻസിനെ കൊണ്ടുതരും, ആത്മവിശ്വാസത്തെ കൊണ്ടുതരും. ഈ ആത്മവിശ്വാസം ഇല്ല എങ്കിൽ നിങ്ങൾ പുറപ്പെടുന്ന പല കാര്യങ്ങളിലും പരാജയപ്പെടും. മനസ്സിലായി? അതുകൊണ്ട് എല്ലായ്പ്പോഴും കോൺഫിഡൻ്റ് ആവുക എന്നുള്ളത് വളരെ അത്യാവശ്യ കാര്യമാണ്. ഇവിടെ ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളിലേക്ക് ഒക്കെ ഇവിടെ മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട്? സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ട്. മനസ്സിലായി? പലർക്കും കഴിവുണ്ട്, പക്ഷെ അതിലൊരു വിശ്വാസമില്ലായ്മ കൂടിയുണ്ട്. കഴിവുണ്ടെങ്കിൽ പോലും ചില വ്യക്തികൾ എപ്പോഴും ഞാൻ പരാജയപ്പെട്ടു പോകും, ഭീരുവായിട്ട് കഴിയുന്നത് കാണാം. എന്നാൽ നമ്മൾ വിചാരിക്കും നല്ല കഴിവുള്ള വ്യക്തിയാണെങ്കിൽ ഇവരെന്തിനു പേടിക്കുന്നു എന്ന്. അത് പാടില്ല. ആ ഒരു പേടിയെ നിങ്ങൾ നിലനിർത്താൻ പാടില്ല. അത് നിങ്ങളെ കീഴോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ വളരെയധികം കോൺഫിഡൻ്റ് ആവുകയാണ് ഈ ഒരു വ്യക്തി. കാരണം ഞാൻ സക്സസ് ആവും എന്നുള്ള ആ ഒരു എനർജിയിൽ നിൽക്കുന്നു. അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പ്രേരണ കിട്ടുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു പ്രേരണ ഉണ്ടായിട്ടുണ്ട് ഇവിടെ, വളരെ മാന്ത്രികപരമായിട്ട് തന്നെ. മാജിക്കലി ഒരു ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു. കിരീടമണിയാനുള്ള സമയമായിരിക്കുന്നു ഈ ഒരു കോൺഫിഡന്റിന്. മനസ്സിലായോ? അടുത്തായിട്ട് വന്നിരിക്കുന്നത് 6 ഓഫ് എർത്ത് ആണ്. ഇവിടെ 6 ഓഫ് പെൻഡക്കിളിന്റെ എനർജിയാണ്. പെൻഡക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ കണ്ടില്ലേ, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ മനസ്സുകൊണ്ട് അത് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അതുമല്ല, നിങ്ങളുടെ കുറച്ച് സാമ്പത്തികമുണ്ട്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും പലരും അതിലൊരു വിഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. ആ ഒരു ഔദാര്യമാണ് മറ്റുള്ളവരോടുള്ള ആ ഒരു ഔദാര്യം, സ്നേഹം. ആ സ്നേഹത്തിലാണ് ഇവിടെ ചക്രാസ് ആക്റ്റീവ് ആകുന്നത്. അപ്പോഴാണ് നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും അഭിവൃദ്ധി വന്നുകൊണ്ടിരിക്കും. സാമ്പത്തികം വീണ്ടും വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആർക്കെങ്കിലും ഒന്ന് കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ നാളെ മറ്റൊരു വ്യക്തി നിങ്ങളെ സഹായിച്ചെന്നിരിക്കും നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളിൽ. അല്ലാതെ ആ വ്യക്തി, നിങ്ങൾ കൊടുത്ത് സഹായിച്ച വ്യക്തി തന്നെ നിങ്ങളെ എപ്പോഴും സഹായിക്കണമെന്നില്ല. മറ്റൊരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് തത്സമയത്ത് കിട്ടിയിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഔദാര്യ മനോഭാവം ഉണ്ടല്ലോ, അത് ഏറ്റവും നല്ലതാണ്. അത് ഡിവൈനുമായിട്ടുള്ള കണക്ഷനാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതിന്റെ സൂചന മാത്രമാണത്. അതുപോലെ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നിങ്ങളിലേക്ക് അഭിവൃദ്ധി വരുന്നുണ്ട്. സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ 5 ഓഫ് എയർ ആണ് വന്നിരിക്കുന്നത്. അതായത് 5 ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, എന്തൊക്കെ കയ്യിൽ നിന്നും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്. പക്ഷെ അത് സമ്മതിക്കാനുള്ള ഭാവമില്ല. ഇവിടെ അല്പം ഒരു ഈഗോ ഭാവമാണ് മനസ്സിൽ. ചില വ്യക്തികളുണ്ട്, എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അത് മറ്റുള്ളവരുടെ മുൻപിൽ സമ്മതിച്ചു കൊടുക്കില്ല. എന്നിട്ടും ഞാനാണ് വലുത്, ഞാനാണ് കേമൻ, അല്ലെങ്കിൽ ഞാനാണ് കേമി എന്നുള്ള ഭാവത്തിലിരിക്കും. എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ശരി, അങ്ങനെയുള്ള മനോഭാവത്തോടു കൂടി ഇരിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ട് ഇവിടെ. മനസ്സിലായി? അത് വിട്ടുകളയുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു എനർജിയെ വിട്ടുകളഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇവിടെ മറ്റുള്ളവരെ തോൽപ്പിച്ച് ജയിക്കുന്ന എനർജി, മറ്റുള്ളവരെ തോൽപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ശാശ്വതമാവുകയില്ല. ആ ഒരു വിജയം നിങ്ങൾക്ക് ശാശ്വതമാവുകയില്ല. നേരായ വിധത്തിലുള്ള വിജയം മാത്രമേ നിങ്ങൾക്ക് ശാശ്വതമാവുകയുള്ളൂ. ഇവിടെ
നൈറ്റ് ഓഫ് ഫയറിന്റെ എനർജിയാണ്. ഒത്തിരി ഒത്തിരി ആവേശത്തോടു കൂടി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വളരെ വളരെ കോൺഫിഡന്റ് ആണ് ഈ ഒരു വ്യക്തി. ആരാണ്? നൈറ്റാണ്, പടയാളിയാണിത്. ഒരു പടയാളിയുടെ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവിധത്തിലുള്ള ആരോഗ്യത്തോടും എല്ലാവിധത്തിലുള്ള സൗഭാഗ്യത്തോടും കൂടി നിങ്ങളെ ആരോ കാണാൻ വരികയാണ് ചെയ്യുന്നത്. എന്തൊക്കെയോ വലിയ വലിയ വിജയങ്ങൾ നേടിയിട്ട് ഈ ഒരു കോൺഫിഡന്റ് ആണ് ഇവിടെ ആ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു എനർജി ഉണ്ടാവണം. ഈ ഒരു എനർജിയിൽ നിങ്ങളെ പിടിച്ചു നിർത്തുന്നത്, നിങ്ങളെ സക്സസിലേക്ക് നയിക്കുന്നത് കോൺഫിഡന്റ് ആണെന്നാണ് കാണുന്നത്. എത്ര വലിയ അപകടകരമായ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കുന്നു. കാരണം മൈൻഡ് സെറ്റ് വളരെ പവർഫുൾ ആണ്, വളരെയധികം പവർഫുൾ ആണ്. മനസ്സിലായി? അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ എല്ലായ്പ്പോഴും എന്താണ് മുന്നോട്ട് വരാൻ സാധിക്കൂ, പല കാര്യങ്ങളിലും സക്സസ് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എന്തോ പറയാനോ എന്തോ മെസ്സേജ് തരാനോ ഒക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നീങ്ങാൻ ഈ ഒരു സമയം സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ പേജ് ഓഫ് ഫയർ ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ ക്രിയേറ്റീവ് എനർജിയാണ്. ഇവിടെ എന്താണ്? ഇവിടെയും ക്രിയേറ്റീവ് എനർജിയാണ്. ഇവിടെ എന്തോ തുടക്കം കുറിക്കുന്നുണ്ട്. ഒരു ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളാവാം, മനസ്സിലായി? അങ്ങനെ എന്തോ ഒന്ന് ചിലപ്പോൾ മറ്റേ എവിടെയെങ്കിലും പോകാനോ, അതുമല്ല എങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിന്റെ ഒരു തുടക്കം കുറിക്കുന്നത്, അതുമല്ല എങ്കിൽ ചിലപ്പോൾ മറ്റ് വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങിയിട്ട് മുന്നോട്ട് വരാനുള്ള ആഗ്രഹമാവാം. ചിലപ്പോൾ ചില ചെറിയ ഷോപ്പുകളൊക്കെ ആവാം, അതുമല്ല ചിലപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം തീർക്കാനായിട്ട് വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഇവിടെ ഒരു തീരുമാനമായിരിക്കും. ചില കുടുംബക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനമാകാം, അതുമല്ല എങ്കിൽ നിങ്ങളുടെ വീട് നിർമ്മാണ പ്രവർത്തനമാകാം. അവിടെ എന്തെങ്കിലുമൊക്കെ മുടങ്ങിക്കിടന്നത് വീണ്ടും പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങി വെച്ചത് ചിലപ്പോൾ സ്റ്റക്കായിട്ടുണ്ടാവാം, അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയിട്ടുണ്ടാവാം. അതിനെ വീണ്ടും തുടക്കം കുറിക്കുന്നു ചില കാര്യങ്ങൾക്ക് എന്ന് കാണുന്നുണ്ട്. അത് വീണ്ടും പരാജയപ്പെട്ടിടത്തു നിന്നും വീണ്ടും മുന്നോട്ടൊരു പുതിയ തുടക്കത്തിലേക്ക് വരിക. ഇനി അതുമല്ല എങ്കിൽ ആദ്യം തന്നെ ഒരു തുടക്കത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏസ് ഓഫ് എയർ വന്നിട്ടുണ്ട്, പേജ് ഓഫ് ഫയർ വന്നിട്ടുണ്ട്. ഈ പേജ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അവിടെ ആയാലും ശരി മുന്നോട്ട് വരണം. ദിവസം ഓരോ കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു എത്തിനോട്ടമാണ് ഇവിടെ, വെയിറ്റിംഗ് ആണ്. ഓരോ തരത്തിലും എനിക്ക് വിജയം വന്നാൽ ചിലപ്പോൾ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് കാര്യങ്ങളുണ്ടാവാം, ചിലപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവാം. എന്തായാലും ശരി ഇവിടെ ഒരു ആവേശമാണ്, അറിയാനുള്ള ആൻസൈറ്റി ഉണ്ട്. അതിൻ്റെതായ ഒരു സക്സസിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പല കാര്യങ്ങളും തുടങ്ങാൻ വേണ്ടിയുമുള്ള ഒരു ആഗ്രഹമാണ് എന്ന് കാണുന്നുണ്ട്. രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. ബിയോണ്ട് ഇല്യൂഷൻ വന്നിരിക്കുന്നു, ഇന്നസെൻസ്, ബ്രേക്ക് ത്രൂ, ലെറ്റിംഗ് ഗോ. അവിടെ നിങ്ങൾക്ക് ഇവിടെ ബിയോണ്ട് ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ആ ഒരു യാഥാർത്ഥ്യത്തിലും അപ്പുറം ഉള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, മായയ്ക്കും അപ്പുറത്തായിട്ടാണ് ഇല്യൂഷൻ അപ്പുറത്തായിട്ട് ഇൻറ്റ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായോ? ഇല്യൂഷനും അപ്പുറത്തായിട്ടൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അതാണ് കാണേണ്ടത്, അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഉൾവിളികൾ എന്താണോ അതിനെ അറിയാൻ ശ്രമിക്കണം, അല്ലാതെ മായയിലിരിക്കാൻ പാടില്ല. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാനുള്ള താല്പര്യം ഉണ്ടാവണം. അല്ലാതെ കണ്ടു കേട്ടു മറ്റുള്ളവർ പറഞ്ഞു അത് വിശ്വസിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ പാടില്ല. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരിക. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇന്നസെൻസ് വരുന്ന എപ്പോഴാണ്? കളങ്കമില്ലായ്മ, ഉള്ളിലെ കളങ്കമില്ലായ്മ. എത്ര പ്രായമായാലും എന്താണ് കളിതമാശകളിലൂടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ എത്ര പ്രായമായാലും നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഉള്ള കളങ്കത്തെ കളയണം. ഉള്ളിൽ എപ്പോഴും ഒരു കളങ്കമില്ലായ്മ അവശേഷിപ്പിക്കണം. എല്ലായ്പ്പോഴും മറ്റുള്ളവരോടുള്ള പകയോ ശത്രുതയോ ഒക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, വിദ്വേഷം ഒക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ആരോഗ്യം തന്നെ നശിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പല കാര്യങ്ങളെയും തമാശയായിട്ട് കാണേണ്ടതിനെ തമാശയായിട്ട് തന്നെ കാണണം. അവിടെ കളങ്കമില്ലായ്മയിൽ കൂടെ തന്നെ മുന്നോട്ട് വരിക എന്നുള്ള, അവിടെയാണ് ദൈവം വസിക്കുന്നത്. ഉള്ളിലുള്ള പരിശുദ്ധിയിലാണ് ഈശ്വരവാസം എപ്പോഴും ഉണ്ടാകുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ ബ്രേക്ക് ത്രൂ ആണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും, എല്ലാത്തിനും എന്ത് തടസ്സങ്ങളുണ്ടായാലും പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വരാൻ സാധിക്കും. ഇവിടെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വരണമെങ്കിൽ എന്താണ് വേണ്ടത്? ആദ്യം ആത്മധൈര്യം ഉണ്ടാവണം. ആത്മധൈര്യം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള വികാരങ്ങളൊന്നും പാടില്ല. ഈശ്വര വിശ്വാസം കൂടുതലായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കടമ്പകളെയും കടന്ന് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ലെറ്റിംഗ് ഗോ, ആവശ്യമില്ലാത്തതിനെ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കൂ. വേണ്ടാത്തതിനെ ഇവിടെ വേണ്ട, നിങ്ങൾ വിട്ടുകളയൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനെ വഹിച്ചുകൊണ്ട് നടന്നിട്ട് ഒന്നും നേടാനില്ല. അവിടെയും നിങ്ങൾ ഡൗൺ ആവുകയാണ് ചെയ്യുന്ന, നിങ്ങളുടെ എനർജി ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളെ ആരും തടയാനില്ല. ഏതെങ്കിലും റിലേഷൻഷിപ്പ് ടോക്സിക് ആണോ, എന്നും കരഞ്ഞുകൂവി ഇരിക്കേണ്ട ഒരു ഗതികേടാണോ വരുന്നത്? അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടാണോ? അവിടെയൊക്കെ അതിനെ ഉപേക്ഷിക്കാവുന്നതാണ്. ഉപേക്ഷിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. നിങ്ങൾക്ക് സ്വതന്ത്രരാവാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾ സ്വതന്ത്രരാവുക തന്നെ വേണം. നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം ഡിവൈനിലേക്ക് സമർപ്പിക്കൂ. ഞാനിത് അവിടത്തേക്ക് സമർപ്പിച്ചിരിക്കുന്നു, എനിക്കിനി ഇത് അനുഭവിക്കാൻ വയ്യ, ഞാൻ മുന്നോട്ട് വരികയാണ് എന്നുള്ള ഒരു നല്ല വാക്കുകൾ പറയുക. ദൈവവുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജ് വന്നിരിക്കുന്നത് സ്റ്റഡി ക്ലൈംബർ എന്നുള്ളതാണ്. യു ആർ ബിൽഡിംഗ് സംതിങ് റിയൽ. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തോ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വീട് കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ എന്തോ ഒന്ന് നിങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രസ്റ്റ് ദ ടീം, ആ ടീമിനെ വിശ്വസിക്കൂ. ഹോണർ യുവർ സ്കിൽസ്, നിങ്ങളുടെ കഴിവിനെ ആദരിക്കൂ. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ നിങ്ങൾ സ്വയം ആദരിക്കണം. നിങ്ങൾ അതിനെ അംഗീകരിക്കണം, ബഹുമാനിക്കണം. മനസ്സിലായോ? നിങ്ങൾ അതിനെ റെസ്പെക്ട് ചെയ്യണം. എനിക്ക് ഇന്ന പോലെ കഴിവുണ്ടല്ലോ. സ്വയം സ്നേഹിക്കണം. ഞാൻ എന്നെ പോലെ മറ്റുള്ള വ്യക്തികൾ ആണ്, പക്ഷെ എന്നിരുന്നാൽ കൂടെ എനിക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ് ഞാൻ. എന്നിൽ ഇത്തരത്തിലുള്ള കഴിവ് എനിക്ക് തന്നതാരാണ്? എനിക്ക് ഡിവൈനുമായിട്ട് ഞാൻ കണക്ട് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലൊക്കെ മുന്നോട്ട് വരാൻ സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഡിവൈന് നന്ദി പറഞ്ഞ് ആ സ്വന്തം കഴിവിനെ അംഗീകരിക്കുക, റെസ്പെക്ട് ചെയ്യുക. ഇത് ഏറ്റവും അത്യാവശ്യമാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് നല്ല കഴിവുകളുണ്ട്. ഒരുപാട് പേർക്ക് നല്ല കഴിവുകളുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ നിങ്ങളുടെ പരാജയങ്ങളെല്ലാം കളഞ്ഞ് നിങ്ങൾ നല്ലൊരു സക്സസിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളെയാണ് നിങ്ങൾ മറികടന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കഴിവില്ലാത്ത വ്യക്തികളാണോ? അല്ല, നല്ല നല്ല കഴിവുകളുള്ള വ്യക്തികളാണ്. അപ്പോൾ അതിനെ നിങ്ങൾ അംഗീകരിക്കുക, ആദരിക്കുക. മനസ്സിലായോ? റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതാണ്. ഇവിടെ സെലിബ്രേറ്റ് പ്രോഗ്രസ്. നിങ്ങളിലേക്ക് വരുന്ന ഓരോ പ്രോഗ്രസിനെ, ഓരോ പുരോഗതിയെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ തരത്തിലുള്ള അഭിവൃദ്ധിയെയും നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. സന്തോഷം അനുഭവിക്കാൻ ശ്രമിക്കുക. എത്രമാത്രം നിങ്ങൾ അതിൽ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ, വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ ഡിവൈൻ പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത് അതാണ്. നിങ്ങൾ ഒരു സന്തോഷത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്കൊരു വിജയം ലഭിച്ചു, അതിൽ നിങ്ങളൊന്ന് എൻജോയ് ചെയ്ത് നോക്കൂ. അടുത്തത് നിങ്ങളെ തേടി വരും. അടുത്ത സന്തോഷം നിങ്ങളെ തേടി വരും. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. ഫൗണ്ടേഷൻസ് ലേഡ് വിത്ത് ലവ് ലാസ്റ്റ് ദ ലോങ്ങസ്റ്റ്. പക്ഷെ ഏത് ഫൗണ്ടേഷൻ ആയാലും സ്നേഹം കൊണ്ട് കെട്ടിപ്പൊക്കിയ ആ അടിത്തറ ഉണ്ടല്ലോ, അതാണ് ദീർഘകാലം നിലനിൽക്കുന്നത്. സ്നേഹത്തിൻ്റെതായ എനർജി ദീർഘകാലം നിലനിൽക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.